ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം ബലഹീനരെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. യെശയ്യാവിൻ്റെ പുസ്തകം 40-ാം അധ്യായം 29-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്: അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. നമുക്ക് കേട്ട് സുപരിചിതമായിരിക്കൊരു വേദഭാഗമാണ്. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുകയാണ്. സത്യത്തിൽ ദൈവം ബലഹീനരെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. വാക്കുകൾ കൊണ്ടും സാമർഥ്യം കൊണ്ടും ആകൃതി കൊണ്ടും രൂപം കൊണ്ടും ആരോഗ്യം കൊണ്ടും എല്ലാം കൊണ്ടും ദൈവം ബലഹീനരെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ദൈവം ബലഹീനരെ തിരഞ്ഞെടുത്തിരിക്കുന്നതിന് പ്രധാനപ്പെട്ട ചില കാരണങ്ങളുണ്ട്. ഒന്ന് കൊരിന്ത്യർ 1-ാം അധ്യായം 19-ാം വാക്യത്തിൽ പ്രകാരം വായിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 19-ാം വാക്യത്തിൽ പ്രകാരം വായിക്കുന്നുണ്ട്. 1-ാം അധ്യായം 19-ാം വാക്യത്തിൽ പ്രകാരം വായിക്കുന്നു: ജ്ഞാനികളുടെ ജ്ഞാനം ഞാൻ നശിപ്പിക്കുകയും ബുദ്ധിമാന്മാരുടെ ബുദ്ധി ദുർബലമാക്കുകയും ചെയ്യുന്നു. ജ്ഞാനികളുടെ ജ്ഞാനം ഞാൻ നശിപ്പിക്കുകയാണ്. കർത്താവ് അരുളി ചെയ്യുകയാണ്: ജ്ഞാനികളുടെ ജ്ഞാനം ഞാൻ നശിപ്പിക്കുകയാണ്, ബുദ്ധിമാന്മാരുടെ ബുദ്ധി ഞാൻ എന്ത് ചെയ്യും? ദുർബലമാക്കുന്നു. ഇത് പലരും ബുദ്ധിമാന്മാരായി ആണെന്ന് പറഞ്ഞ് നടക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. ഞാൻ വലിയ ജ്ഞാനിയാണെന്ന് പറഞ്ഞ് നടക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. കർത്താവ് തന്നെ തിരുവെഴുത്തിൽ കൂടി പറയുകയാണ്: ജ്ഞാനിയായി നടക്കുന്നവൻ ആരും കർത്താവിൻ്റെ മുമ്പിൽ ജ്ഞാനിയല്ല. ബുദ്ധിമാൻ എന്ന് പറഞ്ഞ് നടക്കുന്ന പലരും കർത്താവിൻ്റെ മുമ്പിൽ ബുദ്ധിമാനല്ല. കാരണം കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ജ്ഞാനികളെയല്ല, ബുദ്ധിമാന്മാരെയല്ല കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ബലഹീനരെയാണ്, ബലമില്ലാത്തവരെയാണ് കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നത്, മാനസികമായും ശാരീരികമായും. ദൈവം അങ്ങനെ ബലഹീനരെ തിരഞ്ഞെടുക്കാൻ എന്താണ് കാരണം? ദൈവം ബലഹീനരെ തിരഞ്ഞെടുത്ത് തൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട്, തൻ്റെ വേലയ്ക്കായിട്ട് നിയമിക്കുമ്പോൾ ശത്രുക്കൾ തോറ്റുപോവുകയാണ്. ബലഹീനരെ തിരഞ്ഞെടുക്കുമ്പോൾ ശത്രുക്കൾ തോൽക്കുന്നു. അതാണ് കർത്താവിൻ്റെ പദ്ധതി. അപ്പോൾ കർത്താവിൻ്റെ വചനപ്രകാരം ബലമില്ലാത്തതിനെ കർത്താവ് തിരഞ്ഞെടുത്തതിൻ്റെ കാരണം ശത്രുക്കളെ തോൽപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. വേദപുസ്തകത്തിൽ ദൈവമക്കളെ കർത്താവ് ഉപമിച്ചിരിക്കുന്നത് ആട്ടിൻകൂട്ടത്തോടാണ്. ചെമ്മരിയാട്, ആട്ടിൻകൂട്ടം. എന്തുകൊണ്ടാണ് ദൈവമക്കളെ കർത്താവ് ആട്ടിൻകൂട്ടത്തോട് ഉപമിച്ചിരിക്കുന്നത്? കാരണമുണ്ട്. ആട്ടിൻകൂട്ടങ്ങൾ ബലഹീന വർഗമാണ്. ആട്ടിൻകൂട്ടം സ്വയം രക്ഷിക്കുന്ന വർഗമല്ല. അവർക്ക് സ്വയമേ ഒരു നേതാവിനെ അതിൻ്റെ അകത്ത് തിരഞ്ഞെടുത്ത് അവരാൽ നയിക്കപ്പെടുവാൻ ആട്ടിൻകൂട്ടങ്ങൾക്ക് സാധ്യമല്ല. അതെ, കർത്താവ് ആട്ടിൻകൂട്ടത്തെ തിരഞ്ഞെടുത്തത് സ്വയം രക്ഷിക്കുവാനോ സ്വയം നയിക്കുവാനോ സാധിക്കാത്ത ജീവികളായിട്ടാണ്. നാം ഓരോരുത്തരെയും കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നത് നാം ബലഹീന പാത്രമായതുകൊണ്ടാണ്. നമുക്ക് സ്വയം രക്ഷിക്കാൻ സാധിക്കത്തില്ല. സങ്കീർത്തനക്കാരൻ 8-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നുണ്ട്: നിന്റെ വൈരികൾ നിമിത്തം ശത്രുവിനെയും പകയനെയും മിണ്ടാതിരിക്കുവാൻ തന്നെ നീ ശിശുക്കളുടെയും മുലകുടിക്കുന്നവരുടെയും വായിൽ നിന്ന് ബലം നിയമിച്ചിരിക്കുന്നു. ശിശുക്കളുടെയും മുലകുടിക്കുന്നവരുടെയും വായിൽ നിന്നാണ് കർത്താവ് ബലം നിയമിച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? ശത്രുവിനെയും പകയനെയും മിണ്ടാതാക്കുവാൻ. ബലഹീനരായിരിക്കുന്ന ശിശുക്കൾ അവരുടെ വായിൽ നിന്നാണ് ബലം നിയമിച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ശത്രുവിനെയും പകയനെയും മിണ്ടാതാക്കുവാൻ. ദൈവം കുഞ്ഞാടുകളായിരിക്കും നമ്മളെ തിരഞ്ഞെടുത്തത് നമുക്ക് സ്വയം രക്ഷിക്കുവാൻ സാധിക്കാത്തത് കൊണ്ടാണ്, സ്വയം നയിക്കുവാൻ സാധിക്കാത്തത് കൊണ്ടാണ്. നമ്മുടെ വായിൽ നിന്ന് വരുന്ന വചനങ്ങൾ കേട്ട് ശത്രു ഇല്ലാതാകുവാൻ വേണ്ടിയാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്. വേദപുസ്തകത്തിലും
ദൈവത്തിൻ്റെ ചില പ്രത്യേക കാര്യസാധ്യത്തിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത ഒരുപാട് പേരെ നമുക്ക് വേദപുസ്തകത്തിൽ പഠിക്കുവാൻ സാധിക്കുന്നുണ്ട്. പുതിയ നിയമത്തിലെ പൗലോസ്, പത്രോസ്, അങ്ങനെ നിരവധി ആളുകൾ. അവരെല്ലാം ബലഹീന പാത്രമായിരുന്നു. ഒരുപാട് അഹങ്കരിക്കുവാനും ഒരുപാട് കാര്യങ്ങൾ തൻ്റെ ഭൂതകാലത്തിൽ പറയുവാനും പൗലോസിന് ധാരാളമായിട്ടുണ്ടായിരുന്നു. ഗമാലിയൽ എന്ന വലിയ മനുഷ്യൻ്റെ കീഴിൽ പഠനം പൂർത്തിയാക്കിയ പൗലോസ് സന്നദ്ധം സംഘത്തിൽ അംഗമായിരുന്നു. അന്നത്തെ യഹൂദന്മാരുടെ മതനിയമം അനുസരിച്ച് സന്നദ്ധ സംഘത്തിൽ അംഗമാകണമെന്നുണ്ടെങ്കിൽ മോശയുടെ 5 പുസ്തകങ്ങൾ വള്ളി പുള്ളി തെറ്റാതെ കാണാതെ പറയണം. ഒരു സങ്കീർത്തനത്തിന് ഒരു വാക്യം പോലും കാണാതെ പറയുവാൻ സാധിക്കാത്ത ജനങ്ങളാണ് ഇന്ന് വിശ്വാസികളിലുള്ളത്. പൗലോസ് അങ്ങനെ പഞ്ചഗ്രന്ഥങ്ങളായ മോശയുടെ 5 പുസ്തകങ്ങൾ യഹൂദന്മാരുടെ മതനിയമം അനുസരിച്ച് പറഞ്ഞതിന് ശേഷമാണ് സന്നദ്ധ സംഘത്തിൽ അംഗമായി തീർന്നത്. വളരെയധികം കുലീനതയുള്ള, താഴ്മയുള്ള, വിനയ സ്വഭാവമുള്ളൊരു വ്യക്തിത്വമായിരുന്നു പൗലോസിൻ്റേത്. ധാരാളം അറിവുകളും ജ്ഞാനങ്ങളും പൗലോസിനുണ്ടായിരുന്നു. അതൊക്കെയും പറഞ്ഞു വേണമെങ്കിൽ ധാരാളം അഹങ്കരിക്കുവാൻ പറ്റുന്ന കാര്യങ്ങൾ പൗലോസിനുണ്ടായിരുന്നു. എന്നാൽ സുവിശേഷ പ്രചാരണത്തിന് വേണ്ടി അറേബ്യയിലേക്ക് കർത്താവ് പൗലോസിനെ അയച്ചപ്പോൾ പൗലോസിൻ്റെ സ്വഭാവത്തിന് മാറ്റം വന്നു. അവൻ പഴയ ഗമകൾ പറയാതെ കർത്താവിന് വേണ്ടി അവൻ താന്നു കൊടുത്തു. വളരെ ലാളിത്യമുള്ള, താഴ്മയുള്ള, വിനയമുള്ള ഒരു സ്വഭാവത്തിന് ഉടമയായി പൗലോസ് മാറുകയായിരുന്നു. യിരെമ്യാവിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, 2:6 പറയുന്നുണ്ട്, പാഴ്നിലവും കുഴികളും ഉള്ള ദേശമായി, വരൾച്ചയും കൂരുരുളും ഉള്ള ദേശമായി, മനുഷ്യസഞ്ചാരമോ ആൾപ്പാർപ്പോ ഇല്ലാത്ത ദേശമായ മരുഭൂമിയിൽ കൂടി, ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ കൂടിയാണ് കർത്താവ് പൗലോസിനെ നടത്തിയത്. എങ്ങനെ? പാഴ്നിലമായിരുന്നു, കുഴികളുണ്ടായിരുന്നു, വരൾച്ചയും കൂരിരുട്ടും, മനുഷ്യസഞ്ചാരമോ ആൾപ്പാർപ്പോ ഇല്ലാത്ത ദേശം. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കഴിഞ്ഞകാല അഹങ്കാരത്തിൻ്റെ സ്വഭാവങ്ങൾ മാറ്റിവെച്ചിട്ട് നാം അറേബ്യയിൽ കൂടിയാണ് സഞ്ചരിക്കുന്ന ഒരു ചിന്ത നമുക്കുണ്ടായിരിക്കണം. നാം മരുഭൂമിയിൽ കൂടിയാണ് സഞ്ചരിക്കുന്ന ചിന്ത നമുക്കുണ്ടായിരിക്കണം. അവിടെ വരൾച്ചയുണ്ട്, കൂരിരുട്ടുണ്ട്, വെള്ളമില്ല, വെളിച്ചമില്ല, ആൾപ്പാർപ്പില്ല, മനുഷ്യ സഞ്ചാരമില്ല. അവിടെ അങ്ങനെയൊരു സിറ്റുവേഷനിലാണ് നാം കർത്താവിനെ കണ്ടുമുട്ടുന്ന നാഴിക മുതൽ നടക്കുന്നത്. അഹങ്കരിക്കുവാനോ പൊങ്ങച്ചം പറയുവാനോ ദൈവം മുമ്പാകെ യാതൊന്നും നമുക്കില്ല. കാരണം നമ്മെ തിരഞ്ഞെടുത്തത് കർത്താവാണ്. എന്തുകൊണ്ട്? നാം ഒരു ബലഹീന പാത്രമായതുകൊണ്ട്, നാം ഒരു ബലമില്ലാത്തനായതുകൊണ്ട് കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തു. കുഞ്ഞാടായിരിക്കുന്ന എന്നെയും നിന്നെയും തിരഞ്ഞെടുത്തിരിക്കുന്നത് എനിക്കോ നിനക്കോ സ്വയം രക്ഷിക്കുവാനോ സ്വയം നയിക്കുവാനോ യാതൊരുവിധ അവകാശങ്ങളോ അധികാരങ്ങളോ ശക്തിയോ ഇല്ലാത്തതുകൊണ്ടാണ്. കർത്താവിനാൽ നയിക്കപ്പെടുവാൻ, കർത്താവിനാൽ നമ്മുടെ വേല പൂർത്തീകരിക്കുവാൻ നാം ആഗ്രഹിക്കുന്ന രീതിയിലുള്ളതല്ല, പ്രത്യുത കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതം ആത്മീയ നിലവാരത്തിൽ നല്ല രീതിയിൽ മുൻപോട്ട് പോകുവാൻ ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.